കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഇന്ത്യൻ ചരിത്രം എന്ന ഭാഗത്ത് നിന്നും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? എന്താണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? അത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകളാണല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ A ആണല്ലേ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ആരാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്. ആരാണ്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ B ആണല്ലേ, ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ D ആണ് കേട്ടോ, ശരി. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതാവായിരുന്നത് ആരായിരുന്നു? ഹസ്രത്ത് മഹൽ അല്ലേ. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. അപ്പോൾ ബാക്കിയുള്ളവരെ നോക്കാം. 1857 വിപ്ലവത്തിന് നാനാ സാഹേബ് എവിടെയായിരുന്നു കലാപം നയിച്ചത്? നാനാ സാഹേബ് കാൺപൂർ ആയിരുന്നു. എവിടെയാണ്? കാൺപൂർ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനോ? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. എവിടെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. താന്തിയ തോപ്പി എവിടെയാണ്? താന്തിയ തോപ്പി കാൺപൂർ ആണല്ലേ. അപ്പോൾ നാനാ സാഹിബും താന്തിയ തോപ്പി എവിടെയാണ്? കാൺപൂരാണ്. അതുപോലെ ഹസ്രത്ത് മഹൽ എവിടെയാണ്? ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലുമാണ്. അടുത്ത ചോദ്യം നോക്കാം. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതെല്ലാം? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ A ആണല്ലേ, 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ D ആണ്, അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇത് ഇന്ത്യൻ ചരിത്രം എന്ന ഭാഗത്ത് നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്